നമസ്കാരം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. പിന്നെ നമുക്ക് എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നൊന്ന് പരിചയപ്പെടാം. ആദ്യം നിങ്ങൾ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്താണ് ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ, if f of x is a function defined on interval ab, then the definite integral a to b f of x dx is the signed area between the graph of f of x x-axis and the lines x equal to a and x equal to b. So suppose ഇതാണ് f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. Then this is f, ഇതാണ് x axis and this is the line x equal to a and this is the line x is equal to b. ഈ മൂന്ന് ആൾക്കാർ കൂടി x equal to x axis is here, this is our x axis. ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു ക്ലോസ്ഡ് റീജിയൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ബ്ലൂ കളറിലും റെഡ് കളറിലുമായിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫ്രം ഹിയർ ടു ഹിയർ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ഫംഗ്ഷനാണ്. സോ സപ്പോസ് ഈ പോയിൻറ്റിനെ നമ്മൾ സി എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. സോ സി തുടങ്ങി ബി വരെയുള്ള പോർഷനിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏരിയ അണ്ടർ ദ കർവ് എഫ് ടിൽ എക്സ് ആക്സിസ്. എക്സ് ആക്സിസും ഈ എക്സ് ആക്സിസിൻ്റെയും ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെയും ഇടയിൽ വരുന്ന ഈ പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പോസിറ്റീവാണ്. എഫ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഏരിയ നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഐ ആം ടേക്കിംഗ് ദിസ് ആസ് A2. അടുത്തതായിട്ട് എ തുടങ്ങി ഈ സി വരെയുള്ള പോർഷനിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെഗറ്റീവാണ്. സോ ദ ഗ്രാഫ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ ഏരിയ എപ്പോഴും പോസിറ്റീവാണ്, പക്ഷെ നമ്മൾ ഇതിനെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഏരിയ ഈസ് പോസിറ്റീവ്, പക്ഷേ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. സോ സൈൻഡ് ഏരിയ ഫ്രം എ ടു ബി എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഈ ഏരിയയെ A1 ആണ് എന്ന് വിളിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ് ഓർ നോൺ നെഗറ്റീവാണ്. സോ ദ സൈൻഡ് ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് A2 മൈനസ് A1 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിനൊരു വാല്യൂ കിട്ടണമെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഏരിയ ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ എ തുടങ്ങി ബി വരെ എന്ന് പറയുന്ന ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. ഈ രണ്ട് കേസും സാറ്റിസ്ഫൈഡ് ആണെങ്കിലേ നമുക്ക് ഈ ഫംഗ്ഷന് ഒരു കൃത്യമായിട്ടൊരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടാൻ, ഇൻ്റഗ്രൽ വാല്യൂ കൃത്യമായിട്ട് കിട്ടാൻ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ in defining the definite integrals we need the conditions: f is a bounded function on AB, the interval of integration must be finite. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, we extend the concept of definite integral so that we can avoid these two conditions. ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില കേസുകളിലും നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇതാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് ആൻ ഇൻ്റഗ്രൽ ദാറ്റ് ഹാവ് ഇൻഫിനിറ്റ് ഇൻ്റർവൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓർ അൺബൗണ്ടഡ് ഇൻ്റഗ്രാൻസ്. അങ്ങനെയുള്ള ഇൻ്റഗ്രൽസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്നും കൂടി കാണാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ എ തുടങ്ങി
ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എ ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് നോട്ട് എ ഫൈനൈറ്റ് ഇൻ്റർവൽ. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. എ ടു ഇൻഫിനിറ്റി തന്നെ വേണമെന്നില്ല, മൈനസ് ഇൻഫിനിറ്റി ടു എ ആണെങ്കിലും അതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അതുപോലെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിലും അതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഓക്കെ, ഇതാണ് ഒരു കേസ്, അതായത് ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻഫിനിറ്റ് ആവുന്ന കേസ്, അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. പിന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ എ തുടങ്ങി ബി വരെയുള്ള പോർഷനിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പോകുന്നതും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുകയാണ്. ഓക്കെ, അറ്റ് ദ പോയിന്റ് സി ദിസ് ഫംഗ്ഷൻ ഈസ് അൺബൗണ്ടഡ്. ഇപ്പോൾ ഇടയിലുള്ളൊരു പോയിന്റിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കാം ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്നത്, ചിലപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കാം ഫംഗ്ഷൻ അൺബൗണ്ട് ആവുന്നത്. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ എക്സാമ്പിളിൽ കാണുന്ന പോലെ എയുടെയും ബിയുടെയും ഒരു ഇൻറ്റീരിയർ പോയിന്റിലാകാം ഫംഗ്ഷൻ്റെ വാല്യൂ അൺബൗണ്ടഡ് ആവുന്നത്. സോ ഇവിടെയും നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ ഇൻ്റഗ്രൽ, ഇറ്റ് ഈസ് നോട്ട് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഇറ്റ് ഈസ് നോൺ ആസ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ഒരു സെക്ഷൻ കഴിയുന്നത് വരെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻഫിനിറ്റി വരുന്ന കേസാണെങ്കിൽ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം എ ടു ഇൻഫിനിറ്റി then integral a to infinity f of x dx is same as integral a to b f of x dx as b tends to infinity. നമ്മൾ b എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ആർബിട്രറി ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി b എടുക്കുക, ദെൻ ഇൻ്റഗ്രൽ a to b f of x dx ഇവാലുവേറ്റ് ചെയ്യുക. ദിസ് ഈസ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ലിമിറ്റ് എടുക്കുക. ഓക്കെ, എപ്പോഴും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ദിസ് ലിമിറ്റ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എ ടു ഇൻഫിനിറ്റി ഇതിലെടുക്കുന്നതിന് പകരം മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി ഒരു ഫൈനൈറ്റ് നമ്പർ ബി വരെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് കരുതുക. സോ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ interval minus infinity b, then integral minus infinity to b f of x dx is defined as integral a to b f of x dx as a tends to minus infinity. ഇവിടെ ഞാൻ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻ്റഗ്രേഷൻ തുടങ്ങുന്നില്ല, പകരം നമ്മുടെ ഫംഗ്ഷൻ സേ ദിസ് ഇസ് ബി, ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉള്ളത് എന്ന് വിചാരിക്കാം. നമുക്കപ്പോൾ ശരിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഫംഗ്ഷൻ എല്ലായിടത്തും പോസിറ്റീവായിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏതോ ഒരു ഫൈനൈറ്റ് നമ്പർ എ എടുക്കുന്നു, ദെൻ എ ടു ബിയിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണു, ആൻഡ് ഐ ആം ടേക്കിംഗ് ദ ലിമിറ്റ് ആസ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഈ ലിമിറ്റാണ് എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ളത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് ഉള്ളതെന്ന് കരുതുക. വെർ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി. ആ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ സിയിൽ വെച്ചിട്ട് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇതിൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ
ഈ സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ്. സോ വി ക്യാൻ ഇവാലുവേറ്റ് ദ ഫസ്റ്റ് ഇൻ്റഗ്രൽ യൂസിങ് ദിസ് ഫോർമുല. അതുപോലെ സെക്കൻഡ് ഇൻ്റഗ്രൽ ഇത് നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു ഇൻ്റഗ്രേഷനാണ്. സോ വി ക്യാൻ ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ യൂസിങ് ദിസ് ഫോർമുല. ഇക്വേഷൻ 1 ഉപയോഗിച്ച് നമുക്കിതും ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു ആൻഡ് ആഡ് ദം. സോ ഹിയർ സി ഈസ് എനി റിയൽ നമ്പർ. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ നമുക്ക് 2 ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഉണ്ട്. ഈ 2 ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ആ വാല്യൂ ആണ് എന്ന് പറയും. ഇനി ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എപ്പോഴാണ് കൺവെർജൻ്റ് ആണ് ഡൈവെർജൻ്റ് ആണ് എന്നൊക്കെ പറയാം. നമ്മുടെ ആദ്യത്തെ 2 ഇക്വേഷൻസ് നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ 2 കേസിലും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദിസ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഡൈവെർജൻ്റ് ആണെന്ന് പറയും. സെക്കൻഡ് കേസിലും അതുപോലെ തന്നെ ഈ RHSലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവെർജൻ്റ് ആണെന്ന് പറയും. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവെർജൻ്റ് ആണ് എന്ന് പറയും. ഇനി അടുത്ത കേസ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ ഫോമിലാണെങ്കിൽ ഇവിടെ RHSൽ നമുക്ക് 2 ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഉണ്ട്. ഈ 2 ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവെർജൻ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവെർജൻ്റ് ആണെന്ന് പറയും. 2 എണ്ണവും കൺവെർജൻ്റ് ആണെങ്കിൽ മാത്രം. ഇതിൽ ഒരെണ്ണമെങ്കിലും ഡൈവെർജൻ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവെർജൻ്റ് തന്നെയാണ്. ഓക്കെ. So the improper integrals in equation 1 and 2 converges if the limit on RHS exists and they are divergent if the limit does not exist. The improper integral on the left hand side of equation 3 exists if both improper integrals on right hand side converges. It diverges if one or both of the improper integrals on RHS diverges. നമുക്കൊരു എക്സാമ്പിൾ കാണാം. എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx. ഇവിടെ ലോവർ ലിമിറ്റ് ഫൈനൈറ്റ് ആണ്, അപ്പർ ലിമിറ്റിലാണ് നമുക്ക് ഇൻഫിനിറ്റി വന്നിരിക്കുന്നത്. 1 ടു ഇൻഫിനിറ്റിയിൽ 1/x കണ്ടിന്യൂസും ആണ്. സോ നമ്മുടെ ഇക്വേഷൻ 1 പ്രകാരം ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx എന്നുള്ളതിനെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x dx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് log x ആണ് ബിറ്റ്വീൻ ലിമിറ്റ്സ് 1 ടു b. ദെൻ ടേക്ക് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഇസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി log b മൈനസ് log 1. log 1ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇത് 0 ആണ്. b ഈ ലോഗ് ബിയിൽ മാത്രമേ നമുക്ക് b ഉള്ളൂ. സോ ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ മാത്രമേ ലിമിറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആസ് b ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് b ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ല നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് ഡൈവർജൻറ്റ്. ഇത് കൺവെർജൻ്റ് അല്ല, ഡൈവർജൻ്റ് ആണ്. സോ ദർഫോർ integral 1 to infinity 1/x dx is divergent. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to infinity, this is 1 to infinity 1/x² dx. സോ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഇൻ്റഗ്രൽ 1 to infinity ആണിത്. ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx എന്നുള്ളതിനെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x² dx എന്ന് എഴുതാൻ പറ്റും. അതായത് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/x²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -1/x ആണ് ബിറ്റ്വീൻ ലിമിറ്റ്സ് 1 ടു b. ദെൻ നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഈ ലിമിറ്റിംഗ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ this is limit b tends to infinity -1/b plus 1 എന്നാവും. As b tends to infinity 1/b will go to 0. So
ദിസ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദെർഫോർ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവെർജൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, its value is equal to 1. കൂടുതൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസുമായിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ടിൽ ദെൻ ഇത് നന്നായിട്ട് പഠിക്കുക.